എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വിനീത അമ്പലത്തിലുണ്ട് എന്നറിഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സുജാതയും ഗീതയും കൂടി. അന്നേരം അവർ കാണുന്നത് വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന അവരെല്ലാവരെയാണ്. അത് കാണുന്നത് ദേഷ്യം വരട്ടെ സുജാതയ്ക്ക്. ഏതായാലും സുജാത അവരുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് പറയുവാണ്, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഉള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് രാവിലെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ വിനീത് മരിച്ചുപോയി. അവൻ്റെ 16ാം അടിയന്തരവും ബാക്കി ചടങ്ങുകളും എല്ലാം ഇന്നേക്ക് 16ാം ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് നടക്കും. എല്ലാവരും അവിടെ വന്ന് ഒരു ഇല ചോറ് ഉണ്ടിട്ട് പോകണം എന്നൊക്കെ പറയുന്നതേക്കും വിനീത അമ്മ എന്തേ പറയുന്നത്, ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലെ തൊടാൻ ചെല്ലുന്നതേക്കും തൊട്ടു പോകരുത്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ എന്ത് ചെയ്തിട്ടാണ് അമ്മ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പെറ്റ തള്ളയുടെ വാക്ക് പരിഗണിക്കാതെ ഒരു കള്ളക്കല്യാണം നടത്തി അവൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക, എന്നിട്ടും വീണ്ടും ചോദിക്കുന്നു ഞാൻ എന്താ അമ്മയെ ചെയ്തതെന്ന്, അതിന് എന്നതാടാ ഞാൻ മറുപടി പറയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം കാവേരി ചോദിക്കും, കള്ളക്കല്യാണോ? നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അറിയിച്ച് അമ്പലത്തിൽ വെച്ച് നടത്തിയ കല്യാണമാണ് ഇത്, മുറപ്രകാരമുള്ള കല്യാണം തന്നെയാണ് എന്ന് കാവേരി പറയുമ്പം സുജാത പറയുന്നുണ്ട്, ഞാൻ ഇവളെ പെണ്ണ് ചോദിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. അന്ന് നിങ്ങളുടെ അച്ഛൻ എനിക്ക് പണമില്ലാത്തത് കൊണ്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്തത്. അന്ന് ഈ വിവാഹം ആചാരപൂർവ്വം നടത്തി തന്നിരുന്നു എങ്കിൽ അത് മുറപ്രകാരമുള്ള കല്യാണം, ഇതിന് കള്ളക്കല്യാണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇത്രയും പറയുമ്പോഴേക്കും ഗീത പറയുന്നുണ്ട് വിനീതിനോട്, എടാ നിനക്ക് പട്ടിക്ക് വില തരാത്ത ഒരു വീട്ടിലേക്കാണ് നീ പോകുന്നത്, ആ അവസ്ഥയിൽ അവിടെ ജീവിക്കുമ്പം നിനക്ക് മനസ്സിലാവും എന്തായിരുന്നു അമ്മയും പെങ്ങളും പറഞ്ഞതെന്ന്, അന്നേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ആകെ വിഷമിച്ച് രാധമ്മ സുജാതയോട് പറയും, സുജാത നീ ഇങ്ങനെയൊന്നും പറയരുത്, ഒന്നുമില്ലെങ്കിലും നിൻ്റെ മോനും നിൻ്റെ ഏട്ടൻ്റെ മോളും അല്ലേ അവൾ, ആ കുട്ടികളെ നല്ലൊരു ജീവിതം തുടങ്ങട്ടെ എന്ന് പറയുമ്പം സുജാത പറയുന്നുണ്ട്, സുജാതയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇന്നേക്ക് 16ാം ദിവസം ഇവന് ഇരിക്കപ്പിണ്ടം വെച്ചുകൊണ്ടുള്ള അടിയന്തരം എൻ്റെ വീട്ടിൽ നടത്തും, വരുന്നവർക്കെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് സുജാത അവിടെ നിന്ന് അങ്ങ് പോകുന്നു. ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ എല്ലാവരും. പിന്നെ കാണിക്കുന്നത് എല്ലാവരും വീട്ടിലേക്ക് വന്നു, അച്ഛമ്മയും ശാരദയും ഇവർ വരുന്നത് നോക്കി നിൽക്കുന്നു, വിളക്കൊക്കെ എടുത്തു കൊടുക്കണമല്ലോ. അപ്പോഴത്തേക്കുമാണ് നിവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു. അപ്പം നിവിൻ വണ്ടി നിർത്തിയിട്ട് ഓടി വന്ന് ഡോറ് തുറന്ന് കൊടുക്കാം എന്ന് ഓർക്കുന്നതേക്കും വിനീത് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ നവവരന് ഡോറ് തുറന്ന് തരാനുള്ള ഒരു അവസരമാണല്ലോ കളഞ്ഞു കുളിച്ചത് എന്ന് പറയുമ്പം ഞാൻ ഇവിടുത്തെ പുതിയ ആളൊന്നും അല്ലല്ലോ, ഫോർമാലിറ്റി ഒന്നും വേണ്ട എന്ന് വിനീത് പറയും. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഇറങ്ങുന്നു. ലാസ്റ്റ് ഗംഗ വണ്ടിയിൽ തന്നെ ഇരിക്കുക. അന്നേരം ഗംഗയോട് ഇറങ്ങാൻ പറഞ്ഞിങ്ങനെ കൈ കൊടുക്കുവാണ് വിനീത്. ഗംഗ ആ കയ്യെ പിടിക്കാതെ ഇങ്ങനെ ഇറങ്ങി വരും. ചെറുതായിട്ടൊന്ന് ചമ്മും വിനീത്. അന്നേരം നിവിൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മൾ പുതിയ ആൾക്കാരൊന്നും അല്ല, പുതിയ സ്ഥലവും അല്ല, അപ്പോൾ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ ചിരിച്ച് കളയാക്കി പറയുമ്പം ഗംഗ കണ്ടില്ലെന്നാ തോന്നുന്നത് കയ്യെ എന്നിങ്ങനെ പറയുവാണ് വിനീത്. അന്തെങ്കിലും ഗംഗ ഇങ്ങനെ കയറി പോരുവേ. അന്നേരം കാവേരി പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ കയറി വരല്ലേ, കല്യാണം കഴിഞ്ഞ് കയറി വരുമല്ലേ, എല്ലാവരോടും ഒരുമിച്ച് കയറി പോകണമെന്ന് പറയുന്നു. അങ്ങനെ വിനീതൂടെ അടുത്ത് വന്നതിന് ശേഷം അവർ ഒരുമിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നതേക്കും നിവിൻ പറയും, നിൽക്ക് എനിക്ക് നിങ്ങളുടെ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഇവർ കയറി വരുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ നിവിൻ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പം ശാരദ വിളക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, പ്രാർത്ഥിച്ച് വലതുകാലം വെച്ച് കയറേന്ന്. അന്നേരവും ഗംഗയുടെ മനസ്സിൽ പോകുന്നത് അച്ഛനോട് പറഞ്ഞ ആ വാക്കുകളാണ്, എനിക്ക് ഇവിടെ അല്ലാതെ വേറൊരു നാട്ടിൽ പോയി, ഈ മലയും ഈ കുന്നും ഒന്നും അല്ലാത്ത വേറൊരു നാട്ടിൽ പോയി വേറെ കുറേ ബന്ധുക്കളുടെയും ആൾക്കാരുടെയും കൂടെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ പോകുന്നുണ്ട്. വിഷമിച്ചിങ്ങനെ കുറച്ച് നേരം നിൽക്കുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞാണ് വിളക്കെടുത്ത് അകത്തേക്ക് വരുന്നത്. ആ വിളക്ക് കൊണ്ട് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് ഫ്രണ്ടിൽ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അവിടെയും നിന്ന് പഴയ ഓരോ കാര്യങ്ങളും മനസ്സിൽ വന്നുണ്ട്. സങ്കടം വരുന്നുണ്ട് ഗംഗയ്ക്ക്. ഈ സമയം പുറകിൽ നിൽക്കുന്ന അച്ഛമ്മ എങ്ങനടിച്ച് കരയുക. എന്നിട്ട് ശാരദ ചോദിക്കുക, എന്താ അമ്മ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പം ഈ കാഴ്ചയൊന്നും കാണാൻ അരവിന്ദൻ നമ്മുടെ കൂടെ ഉണ്ടായില്ലല്ലോ മോളെ, അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രാധമ്മ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരെല്ലാവരും സോഫയിൽ പോയിരിക്കുന്നു. അന്നേരം രാധമ്മ പറയുവാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുജാതയ്ക്ക് വലിയ എതിർപ്പൊന്നും കാണില്ല എന്നാണ് ഞാൻ ഓർത്തത്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പം അമ്മ പ്രസവിച്ച അമ്മയുടെ മകളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ മേലെ എന്ന് ശാരദ ചോദിക്കും.
ചോദിക്കുന്നു. ഇനിയിപ്പോൾ ഉടനെയൊന്നും അവളുടെ ദേഷ്യം മാറുമെന്ന് തോന്നുന്നില്ല എന്നും രാധമ്മ പറയുമ്പം വിനീത് പറയുന്നുണ്ട് 2-3 ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറിക്കോളാം എന്ന്. അന്നേരം ശാരദ ചോദിക്കും, അതെന്തിനാ വാടക വീട്ടിലേക്ക് മാറുന്നത്, ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയാകിയല്ല എന്ന് പറയും. അന്നേരം രാധമ്മ ചോദിക്കും, സുജാത എന്ത് വിചാരിക്കുമെന്ന് ഓർത്താണോ നിനക്കൊരു ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പം അതല്ലേ ശരി എന്ന് ചോദിക്കും. അന്നേരം ശാരദ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പുറത്തു പോകേണ്ട കാര്യമില്ല, ഇവിടെ ആള് താമസിക്കാനില്ലാതെ അടച്ചിട്ടേക്കുന്ന 2 ഹോം സ്റ്റേ ഉണ്ട്, 2 റൂമുണ്ട്, അവിടെ നിങ്ങൾക്ക് താമസിക്കാമല്ലോ, പിന്നെ എന്താ കുഴപ്പം, അങ്ങനെ പോകണ്ടെന്ന് പറയും. അന്നേരം രാധമ്മയും പറയുന്നുണ്ട്, ആണുങ്ങളില്ലാത്ത ഒരു വീടല്ലേ, ഇത്രയും പെൺകുട്ടികളായിട്ട് ഞങ്ങൾ തനിച്ചല്ലേ താമസിക്കുന്നത്, മോൻ ഇവിടെ താമസിക്കുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ബലമാണ് എന്ന് പറയുമ്പം നിവിൻ പറയുവാണ്, എങ്കിൽ അച്ഛമ്മേ ഞാനിവിടെ ഇവിടെ വന്ന് താമസിക്കട്ടെ, അങ്ങനെയാകുമ്പോൾ 2 പേരുടെ സുരക്ഷിതത്വം കിട്ടുമല്ലോ എന്ന്. ഏതായാലും രാധമ്മ ഒന്ന് ചിരിച്ച് കളയുന്നുണ്ട് ആ കാര്യം. അന്നേരം നീളമോളും പറയും, പോകണ്ട വിനീതേട്ടാന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും മധുരമായിട്ട് യമുന വരും, പാലും പഴമൊക്കെ ആയിട്ട്. അന്നേരം അതെടുത്ത് കഴിക്കാൻ പറയുന്നു. വിനീത് പാലെടുത്ത് കുടിച്ചിട്ട് പകുതി ഗംഗയ്ക്ക് കൊടുക്കുവാണ്. ഗംഗ ഈ ലോകത്തൊന്നുമല്ല, വേറെ എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അന്നേരം കുറേ നേരം ഈ പാല് ഗ്ലാസും പിടിച്ചുകൊണ്ട് വിനീത് നിൽക്കുന്നേക്കും പയ്യെ ഗംഗേച്ചി എന്ന് പറഞ്ഞാൽ തോളെ തട്ടും കാവേരി. അന്നേരം ആ പാല് മേടിച്ച് കുടിക്കുന്നു. അത് കഴിഞ്ഞ് പഴമാണെങ്കിലും പകുതി മുറിച്ചെടുത്ത് കഴിച്ചിട്ട് വിനീത് കൊടുക്കുന്നു. ഗംഗ അതും കഴിക്കുന്നുണ്ട്. പക്ഷെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല, എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അന്നത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് അമ്മ എനിക്ക് നല്ല ക്ഷീണം, കുറച്ച് നേരം കിടക്കണം എന്ന് പറയുവാണ് ഗംഗ. അന്നേരം നിവിൻ പറയും, അയ്യോ അങ്ങനെ പോകല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറയുന്നു. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അകത്തേക്ക് കയറി പോവുകയാണ് ഗംഗ. അവർ പോയി കഴിയുമ്പം എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും നിവിൻ. അന്നേരം കാവേരി, അയ്യോ പോകല്ലേ, ആ ഫോട്ടോസൊക്കെ ഒന്ന് എനിക്ക് നോക്കണം ഇപ്പോൾ എടുത്തതെന്ന് പറയും. എന്നിട്ട് ആ ഫോട്ടോ എടുത്തൊക്കെ നോക്കുക കേട്ടോ കാവേരി. അതിനിടയ്ക്ക് ഗംഗയുടെ മുഖമൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കുന്നുണ്ട് കാവേരി. അന്നേരം ഗംഗയുടെ മുഖത്ത് വലിയ ഒരു തെളിച്ചമൊന്നും ഇല്ലല്ലോ, അത് കാണുമ്പോൾ ചെറിയ വിഷമമാവുന്നുണ്ട് കാവേരിക്ക്. ഇതിനിടയ്ക്ക് നിവിൻ അവിടെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം രാധമ്മ പറയുവാണ്, ഈ കുടുംബത്തിൽ ഒരംഗത്തെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും മോൻ ചെയ്തു തന്നു, മോന് ഞങ്ങൾ എന്താ തിരിച്ച് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഇപ്പോൾ ഒന്നും തരണ്ട അച്ഛമ്മേ, എന്തെങ്കിലും ആവശ്യം വരുമ്പം ഞാൻ പിന്നീട് ചോദിച്ചോളാം എന്ന് പറയുമ്പം അതെന്നതാ മോനെ എന്ന് വയ്ക്കും. അതുപോലെ വിനീതും എന്നാ വെച്ചാൽ പറയടാ ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പം അതൊക്കെ സമയമാകുമ്പം ചോദിച്ചോളാം ബ്രോ, ഇപ്പോൾ വേണ്ട എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് വൈകിട്ടാകുമ്പോഴത്തേക്കും ശാരദ കാവേരിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. എന്നിട്ട് എടി എങ്ങനെയാണ് ഗംഗയ്ക്ക് കല്യാണം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ്, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് കാവേരി. പിന്നെ അവരുടെ ആദ്യ രാത്രിയെ പറ്റിയൊക്കെ അച്ഛമ്മ വന്ന് സംസാരിക്കുന്നു. അവർക്ക് ഏത് റൂമാണ് റെഡിയാക്കി കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കാവേരിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ ഭയങ്കര നാണമാണ് ശാരദയ്ക്ക്. അവസാനം അച്ഛമ്മ പറയുന്നുണ്ട്, നിന്നെയൊക്കെ ഭേദം കാവേരി, അവളോട് പറഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യ രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ അവരെ ആദ്യരാത്രിക്കായി ഒരു റൂമിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അവിടെ വലിയ എതിർപ്പൊന്നും ഇല്ലാതെ, വലിയ ഇഷ്ടക്കേടൊന്നും ഇല്ലാതെ അത്യാവശ്യം വിനീതിനോട് സഹകരിച്ചു പോകുന്ന ഗംഗയാണ് കാണിക്കുന്നത്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു, ആദ്യരാത്രിയൊക്കെ സുഖമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന അച്ഛമ്മയും കാണിക്കുന്നുണ്ട്. അതുപോലെ നിവിൻ്റെ അമ്മ പറയുവാണ്, ഇനി ഒരിക്കലും ഇവിടെ കാവേരിയുടെ വീട്ടിലോട്ടൊന്നും വരരുത്, അവരുമായിട്ട് സഹകരിക്കരുത് എന്നൊക്കെ പറയുവാണ്. അന്നേരം ഇത്തിരി ദേഷ്യത്തോടെ നിവിൻ ചോദിക്കുന്നുണ്ട്, ഇത് അമ്മയുടെ അഭിപ്രായമാണോ അതോ ജയബാലൻ അങ്കിളിൻ്റെ അഭിപ്രായമാണോ എന്നൊക്കെ ചോദിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.